ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുണി ഉപയോഗിച്ചൊരു കാര്യമാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ സാറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. നമുക്ക് പോളിസ്റ്റർ തുണി എടുക്കാം, പക്ഷേ കോട്ടൻ്റെ തുണി എടുത്താൽ ശരിയാവില്ല കേട്ടോ. പഴയ സാരിയുടെ തുണിയോ അതല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ പാർട്ടി വെയർ ഡ്രസ്സ് ഉണ്ടാവില്ലേ, പെട്ടെന്ന് പാകമല്ലാണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സിൽ നിന്നൊക്കെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 7 പീസ് തുണിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോന്നിൻ്റെയും നീളവും വീതിയും 6 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ്. സ്ക്വയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, കറക്റ്റ് അളവ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് ഈ തുണി ഇതേപോലെ 4 ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അത് ഇതേപോലെ വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ റൗണ്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഒരു അറ്റം കട്ട് ചെയ്ത് ഒന്ന് വളച്ച് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ സ്ക്വയറായിട്ടുള്ള കുറച്ച് തുണികൾ എടുത്തിട്ടുണ്ട്. 7 എണ്ണം തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മുമ്പെടുത്ത തുണിയെക്കാട്ടിലും കുറച്ച് സൈസ് ചെറുത് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 3 സെൻറ്റിമീറ്റർ നീളം 3 സെൻറ്റിമീറ്റർ വീതിയാണ് എടുത്തിട്ടുള്ളത്. ഇതും ഇതേപോലെ ചുറ്റുമുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് പോലെ ആക്കിയെടുക്കാം. ഇനി ഞാനൊരു മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ തുണിയുടെയും അരികെ വശം ഇതേപോലെ ഒന്ന് ഉരുക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളൊന്നും തന്നെ ഇത് ചെയ്യരുത് കേട്ടോ, അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മതി. എന്നിട്ട് ഇതിൻ്റെ അരികെ വശം ഇങ്ങനെ ഉരുക്കി കൊടുക്കുമ്പോൾ നൂല് വലിയില്ല എന്ന് മാത്രമല്ല, ഇതൊന്നിങ്ങനെ ഒന്ന് വളഞ്ഞ് ഒരു പൂവിൻ്റെ ഇതള് പോലെ നമുക്ക് കിട്ടും. ആ ഒരു രീതിയിൽ ഉള്ളൊരു ഷേപ്പ് ഇതിന് വരും. ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ കുഴിഞ്ഞ് ചുറ്റുള്ള ഭാഗം കുറച്ചൊന്ന് ഉയർന്നിരിക്കുന്ന രീതിയിൽ ശരിക്കും പെറ്റൽ പോലെ തന്നെ ഉണ്ടാവും ഇത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പൂവാണ് ഉണ്ടാക്കാൻ പോണത്. പക്ഷേ ഇത് പല തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തുണികളുടെയും അരികെ വശം ഇതേപോലെ ഒന്ന് ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഞാൻ വലിയ 2 എണ്ണം എടുക്കുകയാണ് കേട്ടോ, ഇതളുകൾ. എന്നിട്ട് ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഈ 2 എണ്ണത്തിൻ്റെയും ഒരു സൈഡ് തമ്മിലിങ്ങനെ ചേർന്നിരിക്കണം. അതേപോലെ അടുത്തൊരെണ്ണം എടുത്ത് താഴേന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. നടുക്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അടുത്തൊരെണ്ണം മേലേന്ന് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വയ്ക്കാൻ പോണത് 2 എണ്ണത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ഭാഗത്താണ്. ഞാനീ പറയണത് അല്ല, നിങ്ങൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവുമല്ലോ എങ്ങനെയാണ് വയ്ക്കണേന്നുള്ളത്. ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ ഇങ്ങനെ ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കുക, ഭംഗിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ വലുതെല്ലാം ഇതേപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നടുക്കിലാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും കണക്ഷൻ ഉള്ളത്. അപ്പോൾ നടുഭാഗത്തായിട്ട് ഇത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് തുന്നി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സൂചി നൂലും പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നൂലിൻ്റെ താഴ്ഭാഗത്ത് കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ താഴേന്ന് ഇങ്ങനെ മുകളിലേക്ക് തുന്നി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം താഴേക്ക് മേലേക്കായിട്ട് നമ്മളൊന്ന് തുന്നി അത് സ്ട്രോങ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ സൂചി ഇതേപോലെ താഴേന്ന് ഇങ്ങനെ മുകളിലേക്ക് കുറച്ച് എടുക്കുക. എന്നിട്ട് ഈ ചെറിയ പെറ്റൽസ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇതേപോലെ വച്ചു കൊടുക്കുക. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ മേലെ താഴെ 2 സൈഡിലായിട്ട് പിന്നെ ഓരോന്നിൻ്റെ ഇടയിലായിട്ടൊക്കെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ഇതേപോലെ വെച്ചു കൊടുക്കുക. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഈ പെറ്റൽ നടുക്കിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ നടുക്കിലാണ് ഇങ്ങനെ വച്ച് കൊടുത്തിട്ടുള്ളത്. ഒരെണ്ണം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്, ഇതവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പായിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒന്നുകൂടി തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. 2-3 പ്രാവശ്യം നമ്മൾ തുന്നി കൊടുക്കുക. ഇനി നമുക്ക് ഈ സൂചിയിലേക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഒരു ഇതള് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ വച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ആയിട്ട് നമ്മളൊരു ബീഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം, വൈറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ഡാർക്ക് ബ്ലൂ കളറ് ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് വെച്ച് ഇതേപോലെ താഴേക്ക് ഇങ്ങനെ തുന്നി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ അധികം ഒന്നും നമ്മൾ തുന്നാൻ പാടില്ല, കാരണം ആ തുന്നി ഇത് പുറത്തേക്ക് കാണുമല്ലോ, അപ്പോൾ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ നന്നായിട്ട് തുന്നി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതിനൊരു കുഴപ്പവും വരില്ല, നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ പൂവ് ഏതൊക്കെ തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ തുണി വെച്ചിട്ടുണ്ടാക്കിയ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ നമുക്കിത് തുന്നി അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് നോക്കി ചെയ്യാം. എന്നിട്ട് ഇതുപോലുള്ള പൂവ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കണ ഹെയർ ബാൻഡിൽ നമുക്ക് ഇങ്ങനത്തെ പൂവ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെയൊക്കെ ഡ്രസ്സിൽ നമുക്ക് ഇതുപോലെ പൂവുണ്ടാക്കിയിട്ട് തുന്നി വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിത് കുട്ടികളുടെ ഡ്രസ്സിൽ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ഡ്രസ്സ് വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടും ഒരു കുഴപ്പം ഇതിന് വന്നിട്ടില്ല കേട്ടോ. കുറേ പ്രാവശ്യം വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞതാണ്. നമുക്ക് ഇങ്ങനെ ഒരു പൂ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി അടുത്തൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സ്ലിപ്പർ ഉണ്ടാവില്ലേ, കുറേ പ്രാവശ്യം ഇട്ടൊക്കെ എടുത്തിട്ടുള്ള സ്ലിപ്പർ ആകുമ്പോൾ അതിനൊരു വേറെ ഒരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഒട്ടിച്ചു കൊടുത്താൽ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. ഇത് കുട്ടികളുടെ സ്ലിപ്പറാണ് കേട്ടോ. ഇതേപോലെ ഈ ഭാഗത്തായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഫെവിക്വിക്കൊക്കെ വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക, ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സ്ലേഡ് ഉണ്ടാവുമല്ലോ, അതിൽ നമുക്ക് ഈ പൂവ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ, അല്ലെങ്കിൽ തുന്നി ഇതിൻ്റെ ഇടയിൽ കൂടെ സൂചി നൂലും വെച്ച് ഒന്ന് തുന്നി കൊടുത്താലും മതിയാവും. പിന്നെ നമ്മളുടെ കയ്യിലുള്ള ബാഗ് ഉണ്ടാവുമല്ലോ, ഹാൻഡ് ബാഗിൽ ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഞാനിപ്പോൾ എനിക്ക് തോന്നിയ കുറേ ഐഡിയകളൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ. പിന്നെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്